പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി. 1972 സിംല കരാറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ സ്ഥിരീകരിച്ചു. പിന്നീട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിദേശകാര്യ സെക്രട്ടറിയും ഈ വാർത്ത സ്ഥിരീകരിച്ചു. വലിയ നാശനഷ്ടമുണ്ടാക്കി പാകിസ്ഥാൻ മണ്ണിൽ. അവിടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, ഭീകരരെ വധിച്ചു, പ്രധാനപ്പെട്ട ആളുകളെ അടക്കം വധിച്ചു എന്നും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എത്ര ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു, അസദ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഭീകരരെ കൊല്ലാൻ സാധിച്ചോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോഴും പാക് സൈന്യം പറയുന്നത് അത്തരത്തിലല്ല കാര്യങ്ങൾ. ഇന്ത്യ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു, പ്രതിരോധിച്ചു, ഇന്ത്യൻ വിമാനങ്ങൾ തിരിച്ചുപോയി എന്ന രീതിയിലാണ്. ഏതായാലും ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട അതിഥികൾ നമ്മുടെ സ്റ്റുഡിയോയിലെത്തും, ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ഇതിന്റെ വിശദാംശങ്ങളുമായി എത്തും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥിരീകരണം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ത്യ പുൽവാമയിൽ കടന്ന് പുൽവാമ ആക്രമണത്തിന് പാക് മണ്ണിൽ തിരിച്ചടി നൽകി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അത് സ്ഥിരീകരിച്ചത് വിദേശകാര്യ വക്താവാണ്. സൈന്യത്തിന്റെ സ്ഥിരീകരണം, എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്, എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്, എത്ര കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിച്ചു, എത്ര ഭീകരരെ വധിക്കാൻ സാധിച്ചു, പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കേണ്ട സൈന്യമാണ്. അതും ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്ന് കരുതാം. നമുക്കാദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒന്ന് പോകാം. പുൽവാമയ്ക്ക് പാക് മണ്ണിൽ തിരിച്ചടി നൽകി ഇന്ത്യ. നടത്തിയത് മുൻകരുതൽ ആക്രമണമെന്ന വിദേശകാര്യ മന്ത്രാലയം. In an intelligence-led operation in the early hours of today, India struck the biggest training camp of the Jaish-e-Mohammed in Balakot. പുലർച്ചെ വ്യോമാക്രമണം നടത്തിയത് 3 ഇടങ്ങളിൽ. ജെയ്ഷെ കേന്ദ്രങ്ങൾ തകർത്തു. ജെയ്ഷെ കമാൻഡർമാർ അടക്കം 300ഓളം ഭീകരരെ വധിച്ചു. സിംല കരാറിനു ശേഷം അതിർത്തി കടന്നുള്ള വ്യോമാക്രമണം ആദ്യം. ഭീകര കേന്ദ്രങ്ങളിൽ വർഷിച്ചത് 1000 കിലോ ബോംബ്. ഓപ്പറേഷൻ നടത്തിയത് 12 മിറാഷ് 2000 വിമാനങ്ങൾ. ഗുജറാത്തിലെ കച്ചിൽ പാക് ഡ്രോൺ വെടിവെച്ചിട്ടു. അതിർത്തിയിൽ സൈന്യം കനത്ത ജാഗ്രതയിൽ. അയോധ്യ തർക്കഭൂമി കേസിൽ സമവായ സാധ്യത തേടി സുപ്രീം കോടതി. പ്രശ്നപരിഹാരത്തിന് നല്ലത് ചർച്ചകൾ. സമവായത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് കോടതി. ഇടുക്കിക്കായി UDF-ൽ പിടിവലി. ഇടുക്കി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം. വിട്ടുവീഴ്ചയില്ലെന്നും അർഹമായ പരിഗണന വേണമെന്നും അനൂപ് ജേക്കബ്. UDF യോഗം കൊച്ചിയിൽ തുടരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണ ആവശ്യം ശക്തമാക്കി കോൺഗ്രസ്. 48 മണിക്കൂർ നിരാഹാരം തുടങ്ങി. റവന്യൂ മന്ത്രി വിളിച്ച സർവകക്ഷി സമാധാന യോഗം ഇന്ന്. പീതാംബരന്റെ മൊഴിമാറ്റത്തിന് പിന്നിൽ CPM എന്ന മുല്ലപ്പള്ളി. ഇടുക്കിയിൽ വീണ്ടും കർഷക ആത്മഹത്യ. വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്ത് അടിമാലി 200 ഏക്കർ സ്വദേശി. 1.5 മാസത്തിനിടെ 6ാമത്തെ കർഷക ആത്മഹത്യ. പുൽവാമയ്ക്ക് ആക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി. അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ് എന്ന രീതിയിൽ ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നു. ഇന്ന് രാവിലെ 3:30 മണിക്ക് നടന്ന 2ാം സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ അതിർത്തി ഇപ്പോഴും സംഘർഷഭരിതമാണ്. വീണ്ടും വെടിവെപ്പ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നു. M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഏറ്റവും പുതിയ വിവരങ്ങൾ. പാക് മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇന്ത്യ മുൻകരുതൽ നടപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു. ബാലക്കോട്ടിൽ മൗലാന യൂസഫ് ഹസന്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ ഭീകര കേന്ദ്രമാണ് ഇന്ത്യ തകർത്തതെന്നും വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചു. ഭീകരർക്കെതിരെ നടപടി വേണമെന്ന ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ പരിഗണിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടിയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വിദേശകാര്യ സെക്രട്ടറി വാക്കുകളിലേക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ഉണ്ണി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, വീണ്ടും അതിർത്തിയിൽ വെടിവെപ്പ് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. കശ്മീരിലെ കനാചക്കിലാണ് പാക് സൈന്യത്തിന്റെ വെടിവെപ്പ് എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ?
രഞ്ജിത്ത്, തീർച്ചയായും അതിർത്തിയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ അതുപോലെയാണ്. ജമ്മുകാശ്മീരിലെ കനാച്ചക് എന്ന പ്രദേശത്താണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. പാക് റേസർമാരുടെ ഭാഗത്തു നിന്നും അവരുടെ പോസ്റ്റിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവയ്പ് ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ശക്തമായി BSF ജവാന്മാർ ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് വെടിവയ്പിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. പാക് റേസർമാരുടെ പോസ്റ്റ് അവിടെ നിന്നും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഉള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഒരു പാക് റേസർ പാക് ജവാൻ മരിക്കുകയും മറ്റു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു പാക് സൈനികൻ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ തിരിച്ചടി നീണ്ടിരിക്കുന്നു. മറ്റ് നിരവധി പാക് ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രകോപനത്തെ തുടർന്നാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള തിരിച്ചടി ജമ്മു കാശ്മീർ മേഖലയിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായി തിരിച്ചടി നൽകിയിരുന്നു. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ കൃത്യമായി തിരിച്ചടി നൽകണമെന്ന് തന്നെയാണ് സൈന്യത്തിനും സൈനിക വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നതും പാകിസ്ഥാന്റെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതും. ഉണ്ണിയൊപ്പം ഈ അതിർത്തി കടന്നുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ സ്ഥിരീകരണം അല്പം വൈകിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. തിരിച്ചടി നടത്തി ഇന്ത്യ. അവിടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, ഭീകരരെ വധിച്ചു. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വാർത്താ സമ്മേളനത്തിന്റെ തലക്കെട്ടായി ആമുഖമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊരു പ്രീഎംപ്റ്റീവ് മിലിറ്ററി സ്ട്രൈക്ക് എന്നുള്ളതാണ്. അതായത് നോൺ മിലിറ്ററി സ്ട്രൈക്ക്, അതായത് മുൻകരുതൽ നടപടി എന്ന രീതിയിലുള്ള സൈനികേതരമായ നടപടി എന്നാണ് ഇതിനെ വിശദീകരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ സെക്രട്ടറിയാണ് ഈ ഒരു ആക്രമണം നടത്തിയ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ മിന്നലാക്രമണം നടന്നപ്പോൾ സൈനിക ഉദ്യോഗസ്ഥരാണ് വിശദീകരിച്ചതെങ്കിൽ ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കുന്നതിലൂടെ പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത് ഒരു യുദ്ധമോ സൈനിക ആക്രമണമോ അല്ല, മറിച്ച് പാക് മണ്ണിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട് വരുന്ന ഭീകര താവളങ്ങൾ തകർക്കാനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പാകിസ്ഥാന്റെ അധീനതയിൽ തന്നെയുള്ള മേഖലയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. കേവലം പാക് അധീന കശ്മീരിലല്ല, ഇസ്ലാമാബാദിൽ നിന്നും ഏതാണ്ട് 200 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് ബലാക്കോട്ട് എന്ന മേഖലയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. പാക് മണ്ണിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്ന കാര്യമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. നേരത്തെ പാക് അധീന കശ്മീരിൽ നിന്നും നിരവധി ഭീകര സംഘടനകൾക്കും ഭീകരന്മാർക്കും പാകിസ്ഥാൻ പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതിന്റെ കൃത്യമായ തെളിവുകൾ പാകിസ്ഥാന് കൈമാറിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മറിച്ച് കൂടുതൽ ആത്മഹത്യാ ആക്രമണങ്ങൾ നടത്താൻ, ചാവേർ ആക്രമണങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണം നടന്നിരിക്കുന്നതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. മൗലാന മസൂദ് അസറിന്റെ ഭാര്യ സഹോദരനായിരിക്കുന്ന ആളെയാണ്, യൂസഫ് അസറിനെയാണ് ഈ ആക്രമണത്തിൽ അയാളുടെ നേതൃത്വത്തിലുള്ള പരിശീലന കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. യൂസഫ് അസറിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത നേതാക്കളെയും അവരുടെ കമാൻഡർമാരെയും ഒക്കെ ഈ ആക്രമണത്തിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂവെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. അതായത് വലിയ നാശനഷ്ടങ്ങൾ ജെയ്ഷെ മുഹമ്മദിനും ഒപ്പം മറ്റ് ഭീകരർക്കും ഭീകര പരിശീലന കേന്ദ്രത്തിലുള്ളവർക്കും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും ഉന്നതനായ നേതാവിന്റെ അനുയായിയെ അടക്കം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രതീക്ഷയും സൈന്യം പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് നിഷേധക്കുറിപ്പുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ആക്രമണം സ്ഥിരീകരിക്കുന്നതും ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതും. അത് തന്നെയാണ് ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിൽ ഒരു ആക്രമണം സംഭവിച്ചു, അത്തരത്തിൽ ആക്രമിക്കേണ്ടി വന്നു. അല്ലാതെ മറ്റൊരു തരത്തിലേക്ക് ഒരു യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ചു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാതെ നടത്തിയ ഒരു വാർത്താ സമ്മേളനം വളരെ നയതന്ത്രപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. എങ്ങനെ കാണണം അതിനെ? രഞ്ജിത്ത്, അതീവ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിജയ് കേശവ് ഗോഖലെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകൾ തുടങ്ങുന്നത് ഫെബ്രുവരി 14 പുൽവാമയിൽ നടന്ന ആക്രമണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. 40 ജവാന്മാർ ആ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിനുശേഷം പാകിസ്ഥാനെ പലതവണ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പാക് മണ്ണിൽ ഭീകര ക്യാമ്പുകൾ തുടരുന്നു എന്നുള്ള കാര്യം പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പുൽവാമ ആക്രമണത്തിന് ശേഷവും പാക് മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. അതായത് ആദ്യം പുൽവാമ
പുൽവാമ ആക്രമണത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. ഭീകരാക്രമണത്തിന്റെ കാര്യം പറഞ്ഞ ശേഷം പാകിസ്ഥാൻ മണ്ണിൽ വീണ്ടും ഇപ്പോഴും ഈ ഭീകരവാദ ക്യാമ്പുകൾ നടക്കുന്നു. അവർ ഇന്ത്യക്കെതിരെ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അതും 100 കണക്കിന് ഭീകരരാണ് ഇവിടെ ഈ കേന്ദ്രങ്ങളിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണത്തിന്റെ കാര്യം പറയുന്നത്. ആക്രമണം അതിരാവിലെ നടന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആക്രമണം നടന്നിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ, അതുകൊണ്ട് അതിന്റെ വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ആക്രമണം എവിടെ നടന്നു എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അവിടെയാണ് അദ്ദേഹം പറയുന്നത് മൗലാന യൂസഫ് അസർ, അതായത് അസർ മസൂദിന്റെ ഈ ജയ്ഷെ മുഹമ്മദ് മേധാവിയുടെ ഭാര്യയുടെ സഹോദരൻ നേരിട്ട് നടത്തിയിരുന്ന ഒരു ക്യാമ്പിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം നടന്നതിന് അദ്ദേഹം മറ്റൊരു വിശദീകരണം നൽകുന്നു. ഈ ആക്രമണം ഉണ്ടായത് ബാലാകോട്ടിലെ ജനവാസ കേന്ദ്രത്തിലല്ല, കാട്ടിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭീകര ക്യാമ്പിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം വിശദമായി കടക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നതാണ് ഇതൊരു സൈനികേതര നടപടി എന്ന നിലയ്ക്കാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, പ്രതിരോധ നടപടി എന്ന നിലയ്ക്കാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ പറയുന്നു. അതുതന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയാൻ തയ്യാറായില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു ചോദ്യോത്തര പങ്ക്തി ഉണ്ടാവില്ല, വെറുതെ തന്റെ നിലപാട് താൻ വായിക്കാനുള്ള കാര്യങ്ങൾ വായിച്ച ശേഷം മടങ്ങിപ്പോവുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള വിശദീകരണം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സൈന്യത്തെ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിക്കാതെ വിദേശകാര്യ മന്ത്രാലയത്തിനെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശദീകരണവും ഒരു സ്ഥിരീകരണവും പുൽവാമ ആക്രമണത്തിന്റെ പ്രതികാരമാണ് ഈ നടപടി എന്ന് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇന്ത്യക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് സൈനിക തലത്തിലുള്ള ഒരാളെ കൊണ്ടല്ല പറയിച്ചിരിക്കുന്നത്, നയതന്ത്ര തലത്തിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ് പറയിച്ചിരിക്കുന്നത്. അതും നയതന്ത്ര തലത്തിൽ തന്നെ വിദേശകാര്യ കാര്യങ്ങളിൽ ഇന്ത്യയിൽ പറയാൻ ഏറ്റവും ചുമതലപ്പെട്ട ഒരു വ്യക്തി, വിദേശ മന്ത്രി കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ പറയുന്നതിന് അർഹതയുള്ള അതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് വിദേശകാര്യ വക്താവ്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. അതായത് ഇന്ത്യ ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. സൈനിക നടപടിയല്ല ഇന്ത്യ ഉദ്ദേശിക്കുന്നത്, പ്രതിരോധ നടപടിയാണ് ഇന്ത്യ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വീണ്ടും ഭീകരരെ കടത്തിവിടുന്നതിനുള്ള വലിയൊരു തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു. അത് ആ കേന്ദ്രം ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. അത് സാധിച്ചിരിക്കുന്നു. അതിന് വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് തെളിയിക്കുന്നതിനാണ് ഈ ഭീകര ക്യാമ്പ് ആരാണ് ആ ക്യാമ്പിന് നേതൃത്വം നൽകിയിരുന്നത് എന്ന് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത്. അസർ മസൂദിന്റെ ഭാര്യ സഹോദരൻ മൗലാന യൂസഫ് അസർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ജയ്ഷെ മുഹമ്മദ് നേതാവാണ് ഈ ക്യാമ്പ് നടത്തിയിരുന്നെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് കൃത്യമായും വ്യക്തമായുമുള്ള വിവരങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനോട് ഞങ്ങൾ സൈനികമായ നടപടിയിലേക്കല്ല നീങ്ങുന്നത്, പ്രതിരോധം ഞങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഞങ്ങളുടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വ്യക്തമാക്കുന്നു. ലോകരാജ്യങ്ങളോട് വിദേശകാര്യ മന്ത്രാലയത്തിലെ വാർത്താ സമ്മേളനത്തിനെത്തുന്നത് ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ മാത്രമല്ല, ലോകത്താകമാനമുള്ള വിദേശ മാധ്യമങ്ങളിലുള്ള ജേർണലിസ്റ്റുകൾ, BBC അടക്കമുള്ള CNN അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ ഇവിടെ ഉണ്ടാകും. അവരോടെല്ലാം ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, അത് രാജ്യാന്തര സമൂഹത്തോട് ഇവരിലൂടെ ഇന്ത്യ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അതായത് സൈനിക നടപടിയിലേക്കല്ല, പ്രതിരോധമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്, ഒരു പ്രത്യാക്രമണമല്ല എന്നുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഉണ്ണി, ഈ സംഭവം നടന്നതിന് ശേഷം ദില്ലിയിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? നേരത്തെ പ്രധാനമന്ത്രി അധ്യക്ഷനായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചിരുന്നു. അക്കാര്യത്തിൽ ആ യോഗത്തിൽ ചർച്ചയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ട മണിക്കൂറുകളാണല്ലോ ഇനി കടന്നു വരുന്നത്. തീർച്ചയായും പലതരത്തിലുള്ള നടപടികളും ഭരണതലത്തിൽ നടക്കുന്നുണ്ട്. രാവിലെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം ചേർന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി മടങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടിരുന്നത്. പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ട് വിശദമായി തന്നെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്നിരിക്കുന്നതെന്നതിന്റെ വിശദാംശങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ എല്ലാ പരിപാടികളും റദ്ദാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ തന്നെ തുടർന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലാണ് ഈ യോഗം നടക്കുക. ആക്രമണവുമായി ബന്ധപ്പെട്ട നടപടികൾ, തുടർ നീക്കങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള ഒരു അവലോകനമാണ് ഈ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചുകൊണ്ട് അവരെ കൂടി ധരിപ്പിക്കാനും അവരുടെ പിന്തുണയും ആത്മവിശ്വാസവും നേടിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചതാണ്. സമാനമായ രീതിയിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളുടെ യോഗം വിളിച്ചുകൊണ്ട്
വിളിച്ചുകൊണ്ട് ഇത്തവണ വിദേശകാര്യമന്ത്രിയാണ് എന്ത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം വേണ്ടി വന്നത് എന്ന കാര്യം അവരെ ധരിപ്പിക്കാനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിൽ വളരെ വിശദമായ അവലോകനങ്ങളും ചർച്ചകളും തുടർ നടപടികളുമൊക്കെ നടക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മാധ്യമപ്രവർത്തകരെ അനൗപചാരികമായി കാണുന്നുണ്ട്. ഇപ്പോൾ ആ അനൗപചാരികമായ കൂടിക്കാഴ്ചയിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയുടേത് മാത്രമായി ഔദ്യോഗിക പ്രസ്താവന വന്നാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമന്റെ വാർത്താ സമ്മേളനത്തിൽ അനൗപചാരികമായി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കാനും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനുമാണ് സാധ്യതയുള്ളത്. രഞ്ജിത്ത്, നിർമ്മലാ സീതാരാമൻ അനൌദ്യോഗികമായി മാധ്യമപ്രവർത്തകരെ കാണുകയും ചില വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഔദ്യോഗികമായി അപ്പോഴും വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരോ സൈന്യമോ തയ്യാറായിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടായതിനപ്പുറം എന്തായാലും ആക്രമണം നടന്നു, ഭീകരരെ വധിക്കാൻ സാധിച്ചു, ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, പ്രധാനപ്പെട്ട ആക്രമണം തന്നെയാണ്, വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. In the face of imminent danger, a preemptive strike became absolutely necessary. In an intelligence-led operation in the early hours of today, India struck the biggest training camp of the Jaish-e-Mohammed in Balakot. In this operation, a very large number of Jaish-e-Mohammed terrorists, trainers, senior commanders, and groups of jihadis who were being trained for Fidaian action were eliminated. പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. प्रधानमंत्री नरेंद्र मोदी जी ने कहा था कि कैसे, कब और कितना करना ये सेना को छूट दी है और सेना ने जबरदस्त पराक्रम किया है. उनको बहुत बहुत बधाई. सर लग रहा है कि और भी आगे, क्योंकि जिस तरह से पाकिस्तान के अंदर भी जिस तरह से मीटिंग शुरू हुई है तो भारत में भी पीएमओ की मीटिंग शुरू हो चुकी है और आगे कार्यवाही होगी. अभी तो यहाँ तक जो आज किया है, पिछले 10 दिन में जो पुलवामा के आतंकी साजिश करता थे उनको मार गिराया 100 घंटे में. इन मोस्ट फेवर्ड नेशन का दर्जा खत्म किया, 200% ड्यूटी लगाई, जो अलगाववादियों का सिक्योरिटी के बारे में निर्णय लिया और पानी जो भारत के हिस्से का भी जा रहा था न जाने देने का निर्णय किया और आज ये सेना का महापराक्रम किया है. तो निश्चित देश भर में एक माहौल है. मोदी जी पर लोगों का विश्वास है. सर, इसके बाद कांग्रेस के राहुल गांधी, सिंधिया, उन्होंने भी बधाई दी आपकी सरकार को. आप किस तरह से देखते हैं? ये बहुत जबरदस्त देश के रक्षा के लिए आवश्यक कदम उठाया है सेना ने और सेना को इस तरह की कदम उठाने की छूट प्रधानमंत्री नरेंद्र मोदी जी ने दी थी. अब सेना के पीछे पूरा देश खड़ा है. മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയും മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. If they learn proper lessons, it is good for them. Otherwise, they will have to see many of these similar actions. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആക്രമണം നടത്താൻ ഇന്ത്യ നിർബന്ധിതമായത്. ഇന്ത്യയുടെ സൈന്യം വ്യോമാക്രമണം നടത്തിയത് വളരെ ശക്തമായി വ്യോമാക്രമണം നടത്തി. അവർ അത് ഫലപ്രദമായി തങ്ങളുടെ കടമ നിർവഹിച്ചു എന്ന കൃത്യമായ വിശദീകരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു. 5 പാക് സൈനികരും കൊല്ലപ്പെട്ടവരിൽ ഉണ്ട്. ബോംബിട്ടത് ലേസർ സഹായത്തോടെ. പ്രതിരോധ മന്ത്രിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഉണ്ണി ഒരിക്കൽ കൂടി ചേരുന്നു. ഉണ്ണി, അനൌദ്യോഗികമായി പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ചില വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അനൗപചാരികമായ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നതേ ഉള്ളൂ. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മാധ്യമങ്ങളെ അനൗപചാരികമായി കാണുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സൈനിക തലത്തിൽ നിന്നുണ്ടായ നീക്കത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷേ മറ്റൊരു കാര്യം പ്രധാനമായും ഉള്ളത്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നതാണ്. നേരത്തെ മിന്നലാക്രമണം നടന്നപ്പോഴും ഇതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ നേടുന്നതിനായുള്ള അവരുടെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഇന്നും അതുപോലുള്ള നടപടി തന്നെയാണ് ഉണ്ടാകുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിളിച്ചിരിക്കുന്നത്
ചേർന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വൈകിട്ട് 5 മണിക്കാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നടക്കുക. ഈ യോഗത്തിൽ വിശദമായി തന്നെ ഏത് തരത്തിലുള്ള സൈനിക നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്, ഈ ഒരു നീക്കം എന്തുകൊണ്ട് അനിവാര്യമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക. മാത്രമല്ല പ്രധാനമന്ത്രി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കണ്ട് ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു സൈനിക ഓപ്പറേഷനിൽ ഏതാണ്ട് 1-2 ദിവസത്തെ ആസൂത്രണത്തിന്റെ ഭാഗമായല്ല, വളരെ നാളുകൾ നീണ്ട ആസൂത്രണത്തിന്റെ ഭാഗമായാണെന്ന വിവരമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് രഹസ്യാന്വേഷണ വിവരങ്ങൾ തന്നെയാണ്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഭീകര താവളം കണ്ടെത്തുകയാണ്. ബാലാകോട്ടിലുള്ള ഈ ഭീകര താവളം കേവലം താൽക്കാലിക നിർമ്മിതി മാത്രമായിരുന്നില്ല, സ്ഥിരം നിർമ്മിതിയായിരുന്നു. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ ബലാകോട്ടിലേക്ക് മാറിയിരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ നിന്നും മാറിക്കൊണ്ട് ബലാകോട്ടിലെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിലയുറപ്പിച്ച് അവിടെ നിന്നും കൂടുതൽ പേർക്ക് പരിശീലനം നൽകിയ ആൾക്കാരെ ഇന്ത്യയിലേക്ക് തുടർ ആക്രമണങ്ങൾക്കായി അയക്കാനുള്ള നീക്കമാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയിരുന്നത്. ആ ഒരു രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ബലാകോട്ടിലുള്ള ഈ താവളം തന്നെ ആക്രമിച്ച് തകർക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരുന്നത്. ആ സ്ഥിരം നിർമ്മാണങ്ങൾ പൂർണ്ണമായും തകർത്ത് കളയുന്നതിനുള്ള നീക്കം ഈ ആക്രമണത്തിലൂടെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് പാകിസ്ഥാനിലുള്ള പൗരന്മാരെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സൈനിക ഓപ്പറേഷനല്ല നടന്നിരിക്കുന്നത്, മറിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീകര താവളം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത് എന്ന നയതന്ത്ര വിശദീകരണവും ഇന്ത്യ നൽകുകയാണ്. അതായത് ഭീകരർക്കെതിരായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് പുതിയൊരു നയതന്ത്ര രീതി തന്നെ കൊണ്ടുവരികയാണ് ഇന്ത്യ ഈ ഒരു ആക്രമണത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ആ തരത്തിൽ വിശദീകരണം നൽകി അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണ ലഭ്യമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീലാൽ, ഈ നേരത്തെ സുഷമ സ്വരാജ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കം പിന്നീട് പിന്നോട്ട് മാറുന്നതും കണ്ടു. പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ നയതന്ത്ര തലത്തിൽ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കുന്നതിനൊപ്പം ഇന്ത്യക്കുള്ളിലും തങ്ങൾക്കൊപ്പം നിർത്തുക മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവരുടെ പിന്തുണ തേടുക, അത്തരത്തിലൊരു നയതന്ത്രം അത് ഏത് രീതിയിലായിരിക്കും? തീർച്ചയായും ഈ ആക്രമണത്തിന് ശേഷം മുഴുവൻ നയതന്ത്രവും വിദേശകാര്യ മന്ത്രാലയത്തിന് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. വാർത്താസമ്മേളനം നടത്തിയത് വിദേശകാര്യ വക്താവ്, ഈ ആക്രമണം സ്ഥിരീകരിച്ചത് വിദേശകാര്യ വക്താവ്, അതിനുള്ള ന്യായീകരണം നൽകിയത് വിദേശകാര്യ വക്താവ്, എവിടെയായിരുന്നു ഈ ആക്രമണം എന്ന കാര്യം വ്യക്തമാക്കിയത് വിദേശകാര്യ വക്താവ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് ഇക്കാര്യം വിശദീകരിക്കുന്നതും വിദേശകാര്യ മന്ത്രി. ഇങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതിന്റെ മൊത്തം ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അവസരം വിട്ടു നൽകിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പക്ഷേ അതിനിടയിൽ സംസാരിച്ച പ്രകാശ് ജാവ്ദേക്കർ, കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി, ഇതിൽ നിന്നും വ്യക്തമായ ഒരു മുതലെടുപ്പിനുള്ള ശ്രമം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, പുൽവാമ ആക്രമണത്തിന് ശേഷം തുടർച്ചയായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അതായത് ആദ്യം പാകിസ്ഥാന് ഏറ്റവും സൗഹൃദ രാഷ്ട്രം എന്നുള്ള നൽകിയിരുന്ന പദവി പിൻവലിച്ചു. പാകിസ്ഥാനുമായുള്ള എല്ലാ വാണിജ്യ വ്യാപാര ബന്ധങ്ങളും വിച്ഛേദിച്ചു. അതിനുശേഷം പാകിസ്ഥാനുമായി നദീജലം പങ്കുവെക്കേണ്ടതില്ല, ഇന്ത്യൻ നദീജലത്തിന്റെ മുഴുവൻ ഉപയോഗവും ഇന്ത്യ തന്നെ നടത്തുക, പാകിസ്ഥാന് നദീജലം വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി. അതിനോടൊപ്പം പിന്നാലെയാണ് കശ്മീരിലെ വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷ പിൻവലിച്ചു. ഇങ്ങനെ പുൽവാമ ആക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഒരു വ്യോമാക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പ്രധാനമന്ത്രി സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരുന്നു ഇത്തരം നടപടിയെടുക്കാൻ എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഞാനിത് സൂചിപ്പിച്ചത് ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകളിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള സൂചനകൾ മറുഭാഗത്തുനിന്നും വരുന്നു. രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ ചില ട്വീറ്റുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സൈന്യത്തിന് ഈ നടപടികൾ സ്വീകരിച്ച സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് ആണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഈ ഉണ്ടായ ഒരു നടപടി പാകിസ്ഥാൻ മണ്ണിലേക്ക് തന്നെ കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഭീകരവാദ ക്യാമ്പ് തകർത്ത സൈന്യത്തിന്റെ നടപടിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ചില ശ്രമങ്ങൾ ദൗർഭാഗ്യകരമായി ചില ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യുന്നു. എന്തായാലും രാജ്യം ഇപ്പോൾ സൈന്യത്തിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി ഇതിനെ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഇത് അനിവാര്യമായ ഒരു നടപടി തന്നെയായിരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. രാജ്യാന്തര സമൂഹത്തോട് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അതാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയെടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്, എന്താണ് ഘടകമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സൈനികേതര മുൻകരുതൽ നടപടിയായിട്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. പുൽവാമ ആക്രമണത്തിന് ശേഷവും പാക് മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരെയുള്ള കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു.
നടക്കുകയായിരുന്നു, ഭീകര ക്യാമ്പുകളിൽ അതിനുള്ള പരിശീലനം നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് ഈ രാവിലെ 3:30 ഈ വ്യോമാക്രമണം ഉണ്ടായത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം രാജ്യാന്തര സമൂഹത്തോട് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രവുമല്ല, ആ ക്യാമ്പ് ഭീകര ക്യാമ്പ് നടത്തിയിരുന്നത് അസർ മസൂദിന്റെ ഭാര്യ സഹോദരൻ, അതായത് ജയ്ഷെ മുഹമ്മദിൽ ഏറ്റവും തലപ്പത്ത് തന്നെ നിൽക്കുന്ന മറ്റൊരു ഭീകര നേതാവ് മൗലാന യൂസഫ് അസർ, ആ നേതാവാണ് ഈ ക്യാമ്പ് നടത്തിയിരുന്നത്. ആ ക്യാമ്പാണ് ഞങ്ങൾ തകർത്തത്. അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാന് മേലുള്ള ഒരു ആക്രമണമല്ല, പാകിസ്ഥാന് മേലുള്ള ഒരു കടന്നുകയറ്റമല്ല, പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധിക്കാനുള്ള കടമ നിർവഹിക്കുക മാത്രമാണ്. അവിടെ വീണ്ടും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ മുമ്പ് തന്നെ പറഞ്ഞതാണ് പാക് മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദങ്ങൾക്ക് ഉപയോഗിക്കാനായി വിട്ടു നൽകില്ല എന്ന്. പക്ഷേ ആ വാക്ക് പാകിസ്ഥാൻ പാലിക്കാൻ തയ്യാറായിട്ടില്ല. ആ വാക്ക് പാകിസ്ഥാൻ പറഞ്ഞുവെങ്കിലും പിന്നെയും അവിടെ ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ രാജ്യാന്തര സമൂഹത്തിൽ മുന്നിൽ വെക്കുന്നത്. തീർച്ചയായും സൈനിക നടപടിയാണ് ഉണ്ടായതെങ്കിലും നയതന്ത്ര തലത്തിലൂടെ ഇതിനെ അടുത്ത തട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇനിയും ഇന്ത്യയുടെ ശ്രമം ആ തരത്തിലായിരിക്കും. ഇന്ത്യൻ വ്യോമസേനയെ അഭിനന്ദിച്ച് നേതാക്കൾ രംഗത്ത് വരുന്നു. മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി, രാഹുൽ ഗാന്ധി അടക്കം, അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വരുന്നു. അപ്പോഴും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇന്ത്യയുടെ നീക്കം അതേത് തരത്തിലായിരിക്കും? രാജ്യാന്തര തലത്തിൽ നേരത്തെ ശ്രീൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു കയറിയാണ് ആക്രമണം നടത്തിയത്. ഇതിനോടുള്ള പാകിസ്ഥാന്റെ പ്രതികരണം വരും മണിക്കൂറിൽ എങ്ങനെയായിരിക്കും? അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറുകയാണ്. ഏതായാലും ഏറ്റവും പ്രധാനമായി ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഭരണകൂടമല്ല പാകിസ്ഥാനിലുള്ളത്. ഇപ്പോൾ ഇമ്രാൻഖാൻ കുറച്ചുകൂടി അന്നത്തെ പ്രധാനമന്ത്രിയേക്കാൾ കുറച്ചുകൂടി ഉറച്ച നിലപാടെടുക്കുകയും കുറച്ചുകൂടി കടുത്ത പാക് പക്ഷക്കാരനും ഈ ഭീകരപരവുമായി കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പിന്തുണ നൽകുന്ന നേതാവ് കൂടിയാണ് ഇമ്രാൻഖാൻ. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടത്. തീർച്ചയായും അദ്ദേഹം ഈ ഇന്ത്യയുമായി അല്പമൊക്കെ ഈ പറയുന്ന പോലെ വിഷയങ്ങളിൽ കുറച്ചുകൂടി കടുത്ത നിലപാടെടുക്കുന്ന ആളാണ്. നേരത്തെ നവാസ് ഷെരീഫിനെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി അല്ല എന്ന് പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയെ പലതരത്തിൽ വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ പുതിയ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദില്ലിയിൽ നീക്കങ്ങൾ ഒരുപാട് നടക്കുന്നു. കേന്ദ്രമന്ത്രിമാരുടെ യോഗം കൂടുന്നു, പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു, പ്രധാനമന്ത്രി നിരീക്ഷണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലാണ് രാവിലെ മുതലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ്. ജമ്മു കാശ്മീരിലെ കാനാച്ചക് സെക്ടറിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഒപ്പം ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഉണ്ണിയിലേക്ക് പോയാൽ, ഉണ്ണി, ഇപ്പോഴും സംഭവം അത് വെടിവെപ്പടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? അതിർത്തിയിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? രഞ്ജിത്ത്, അതായത് പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷിയുടേതായി വന്നിരിക്കുന്ന പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം പാക് വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നിയന്ത്രണങ്ങൾ മറികടന്നിരിക്കുകയാണ്, അതിർത്തി മറികടന്നുകൊണ്ടുള്ള വ്യോമാക്രമണത്തിനാണ് ഇന്ത്യ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായി തിരിച്ചടി നൽകാൻ പാകിസ്ഥാന് അവകാശമുണ്ട് എന്നാണ് പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ആ വ്യവസ്ഥകൾ മറികടന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ മറുപടി നൽകും എന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് പാക് വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ തുടരുന്നുമുണ്ട്. അതേസമയത്ത് തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവയ്ക്കുന്നു. അതിന് ശക്തമായ തിരിച്ചടി BSF നൽകിയിട്ടുണ്ട്. അതിൽ ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജവാൻ കൊല്ലപ്പെടുകയും മറ്റ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതിർത്തിയിൽ സംഘർഷങ്ങൾ തുടരുന്നുണ്ട്. കൃത്യമായി പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ തക്ക ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുമെന്ന കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി അടക്കം ഉന്നതതല ചർച്ചകൾ നടത്തുന്നുണ്ട് പാക് സൈന്യവും മറ്റ് ബന്ധപ്പെട്ടവരും എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ന് പുലർച്ചെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന്റെ കൃത്യമായ ആസൂത്രണം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. കാരണം പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം തന്നെ വ്യോമാക്രമണത്തിനുള്ള കൃത്യമായ പദ്ധതി വ്യോമസേനാ മേധാവി BS ധനോവ മുന്നോട്ട് വച്ചിരുന്നു. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വിശദമായ ചർച്ചകൾ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നു. വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ ഏത് തരത്തിൽ എന്ത് വേണം എന്നത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശീലന അഭ്യാസങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ നടന്നിരുന്നു. സെൻട്രൽ
സെൻട്രൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന മധ്യ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഈ പരിശീലനത്തിൽ കൃത്യമായി പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെ ഏത് തരത്തിൽ വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ നേരിടണമെന്നത് സംബന്ധിച്ചുള്ള പരിശീലനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഈ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവർക്ക് പുറമെ 3 കേന്ദ്രമന്ത്രിമാർക്ക് കൂടി ഈ വിവരങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് ഇവരുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളും മറ്റും നടത്തിയിരുന്നത്, കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ഇവരുടെ അറിവോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഈ ആക്രമണത്തിന്റെ പദ്ധതി രേഖ തന്നെ പുറത്തു വരികയാണ്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഇങ്ങനെ വളരെ ആഴ്ചകളായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാക് മണ്ണിൽ തന്നെയുള്ള ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രത്തിനെതിരെ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നതും അത് തകർത്തിരിക്കുന്നതും. ശ്രീലാൽ, അങ്ങനെയാണ് ഈ കുറച്ച് ദിവസങ്ങളായി നടത്തിയ ആസൂത്രണം. അത് പ്രധാനപ്പെട്ട 3 പ്രധാനമന്ത്രി അടക്കം പ്രതിരോധ മന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും അറിയായിരുന്നു ഈ വിഷയം. ഇപ്പോൾ രാഷ്ട്രപതിയും വിവരം അറിയിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ആസൂത്രണം നടത്തി കാര്യക്ഷമമായി നടപ്പിലാക്കിയ ഒരു ആക്രമണം, അത് മുൻകൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങളുണ്ടായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വിവരങ്ങളുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തിൻ്റെയും സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ ഓരോ കേന്ദ്രവും കണ്ടെത്തി തന്നെ വളരെ കൃത്യമായി നടപ്പാക്കുകയായിരുന്നു ഈ ആക്രമണം എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായും അല്ലാതൊരു ആക്രമണം ഇന്ത്യക്ക് എളുപ്പമല്ല, സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു വന്നു. പാകിസ്ഥാൻ സേന തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന പേലോഡ്സ് എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. അതായത് ബോംബുകൾ എന്ന് പറഞ്ഞ, നമ്മൾ ബോംബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഭാഷയിൽ പേലോഡ്സ് എന്ന് പറഞ്ഞ അത് ഉപേക്ഷിച്ചു പോയി. ആളില്ലാത്ത പ്രദേശത്ത് ഉപേക്ഷിച്ച് ഇന്ത്യൻ വിമാനങ്ങൾ മടങ്ങി പോയി എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം. ആളില്ലാത്ത പ്രദേശത്ത് കാട്ടിലാണ് ഈ ബോംബുകൾ വർഷിച്ചതെന്ന് ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ വളരെ കൃത്യതയാർന്ന ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ അതിനു വേണ്ടിയിട്ടാണ് ഈ 12 ദിവസം കാത്തുനിന്നത് ഇന്ത്യ. ആ വിവരങ്ങൾ ലഭിക്കുന്നതിനാണ് കാത്തുനിന്നത്. അതുതന്നെയാണ് ഈ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയതും. പുൽവാമ ആക്രമണത്തിന് ശേഷവും ഇന്ത്യക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നതിന്, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് ഉള്ള പരിശീലനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടെത്തി ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതെന്ന്. കാട്ടിനുള്ളിൽ ആണ് ഈ ക്യാമ്പ് നടന്നിരുന്നത്. ആ കാട്ടിനുള്ളിലേക്കാണ് ഈ ബോംബുകൾ വർഷിച്ചതും. അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ജനവാസ കേന്ദ്രത്തിലുള്ള യാതൊരു കേന്ദ്രത്തിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടാകുകയും ചെയ്തില്ല. പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക എളുപ്പമല്ല. അങ്ങനെ പാകിസ്ഥാന് ഒരു പഴുതും കൊടുക്കാതെയുള്ള ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ലേസർ പ്രിസിഷനിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. മുമ്പ് നടന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചുവെങ്കിൽ ഇപ്പോൾ നടന്ന ഈ വ്യോമാക്രമണത്തെ നമുക്ക് പ്രിസിഷൻ അറ്റാക്ക് എന്ന് തന്നെ പറയാം. കാരണം എവിടെ ആക്രമിക്കണം, എവിടെയാണ് ഈ ബോംബ് പതിക്കേണ്ടതെന്ന് വളരെ ലേസർ കൃത്യതയോടെ നടത്തിയിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അത് ഒരു അണുവിട അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വീണില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അതും ഇരുട്ടിന്റെ മറവിലാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് തന്നെയാണ് തെളിയിക്കുന്നത്. ഇരുട്ടിന്റെ മറവിൽ പോയി ഇത്ര കൃത്യതയാർന്ന ഒരു ആക്രമണം നടത്തി യാതൊരു നാശനഷ്ടവും നമുക്ക് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു വരിക, 21-23 മിനിറ്റിനുള്ളിൽ ഇത്തരമൊരു നടപടി, ഇത്തരമൊരു സൈനിക നീക്കം പൂർത്തിയാക്കുക, വ്യോമസേന നീക്കം പൂർത്തിയാക്കുക, വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണത്. ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തില്ല. ഒരു സിവിലിയൻ നേരെയെങ്കിലും ഈ ആക്രമണത്തിനിടയിൽ ഒരു സിവിലിയനെങ്കിലും പരിക്കേറ്റിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആ സിവിലിയനെ ഉയർത്തി വലിയ പ്രതിഷേധം ഇന്ത്യക്കെതിരെ ഉയർത്തുമായിരുന്നു. പാകിസ്ഥാൻ ഈ സമയം വരെയും അങ്ങനെ ഒരു പ്രതിഷേധം ഉയർത്താൻ കഴിയാതെ പോയിരിക്കുന്നത് തീർച്ചയായും കൃത്യതയാർന്ന ഓപ്പറേഷനിലൂടെ, കൃത്യതയാർന്ന സ്ഥലത്ത് കൃത്യതയാർന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. പാകിസ്ഥാന് രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യക്കെതിരെ വയ്ക്കുന്നതിന് ഒരു തെളിവും ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അബോട്ടാബാദിൽ നേരത്തെ ഒസാമ ബിൻ ലാദനെ വധിക്കാൻ അമേരിക്ക നടത്തിയ രീതിയിലുള്ള ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ആക്രമണം 21 മിനിറ്റിനകം കാര്യങ്ങൾ സാധിച്ച് വിജയകരമായി കാര്യങ്ങൾ സംഭവിപ്പിച്ച് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ മടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതാണ്ട് 200-നും 300-നും ഇടയ്ക്ക് ഭീകരരെ വധിക്കാൻ സാധിച്ചു. അതിന്റെ വിശദീകരണം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഉണ്ണി, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ആക്രമണം നടന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷേ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം, ഈ ആക്രമണം എങ്ങനെ ആസൂത്രണം ചെയ്തു, എങ്ങനെ നടപ്പിലാക്കി, എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായി, എത്ര കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിച്ചു, അത്തരത്തിൽ ഒരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുക, അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് പോലെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തിറക്കുക, അത്തരത്തിലുള്ള ആലോചന സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടോ? അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ദില്ലിയിൽ നിന്ന്?
സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇക്കുറി അത്തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ശ്രീലാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നയതന്ത്ര വിഷയമാക്കി രാജ്യാന്തര തലത്തിൽ അതിനെ ആ രീതിയിൽ പ്ലേസ് ചെയ്യാനാണ് ഇന്ത്യയുടെ നീക്കം നടക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിർത്തി കടന്നുള്ള പ്രകോപനവും ഭീകര സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കുന്നു. അതിനെ തകർക്കാൻ വളരെ കൃത്യമായി ലഭിച്ച രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത്. സൈനിക തലത്തിൽ ഇതിൽ വാർത്താസമ്മേളനം നടത്തുകയും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഓപ്പറേഷന്റെ വിശദാംശങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊരു സൈനിക നടപടി എന്ന രീതിയിൽ തന്നെയായിരിക്കും വിലയിരുത്താൻ പോവുക. ഇതിപ്പോൾ ഒരു സൈനികേതര മുൻകരുതൽ നടപടി എന്നാണ് വിദേശകാര്യ സെക്രട്ടറി ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്. ആ വാക്കിൽ നിന്ന് തന്നെ സൈന്യത്തിന് ഇതിന് പങ്കില്ല, അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയായി ചിത്രീകരിക്കാൻ ഇന്ത്യ ശ്രമിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് ഇതിന്റെ സൈനിക തലത്തിലുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കാതിരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ ഔപചാരികമായി മാധ്യമങ്ങളെ കാണുന്നില്ല, അനൗപചാരികമായി ക്യാമറ ഇല്ലാതെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അനൗപചാരികമായ ആശയവിനിമയം മാത്രമാണ് നടത്തുന്നത്. അതായത് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൈനിക നടപടിയായി ഇതിനെ ചിത്രീകരിക്കേണ്ടതില്ല എന്ന കൃത്യമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് അതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈനിക തലത്തിൽ നിന്നും ഒരു വിശദീകരണം ഇനി ഇതിൽ പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഉന്നത സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നു. രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളാണ്. സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ മാത്രം നമുക്ക് തൽക്കാലം ലഭ്യമാകാനുള്ളൂ. പക്ഷേ കണക്കുകൾ, എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് തിരിച്ചടിക്കും, ആക്രമണത്തിൽ തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. ആ രീതിയിൽ ഒരു പ്രകോപനത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ശ്രീലാൽ? ഈ പാകിസ്ഥാൻ ഇങ്ങനെ പറയുമെങ്കിലും അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള ശക്തി അവർക്കുണ്ടോ? ഇവർക്ക് ഈ വെറുതെ വാചകമടിക്കുക അല്ലാതെ ഇപ്പോൾ ഇമ്രാൻഖാന് ബോധിപ്പിക്കേണ്ടതുണ്ട് താൻ പരാജയപ്പെട്ടില്ല, അവർ പോലും അറിഞ്ഞില്ല എന്നാണ് അറിയുന്നത്. ഈ ആക്രമണം, വിമാനങ്ങൾ ആക്രമണം നടത്തി തിരിച്ചു വന്നതിന് ശേഷമാണ് പാക് സൈന്യത്തിന് പോലും ഈ വിവരം ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നവാസ് ഷെരീഫിനെ പോലുള്ള പ്രധാനമന്ത്രി അല്ല ഇമ്രാൻഖാൻ. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന് ചില നടപടികൾ സ്വീകരിച്ചു എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും ഒപ്പം തന്നെ പാകിസ്ഥാൻ ജനതയെയും. അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഇമ്രാൻഖാന് സാധിക്കുകയില്ല, പാകിസ്ഥാനിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കുകയില്ല. പക്ഷേ അതിന് എന്ത് നടപടി എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതിന് ഇതുപോലൊരു സൈനിക നടപടി എന്നത് ആകില്ല പാകിസ്ഥാൻ സ്വീകരിക്കാൻ പോകുന്നത്. ഇതുപോലൊരു സൈനിക നടപടി പാകിസ്ഥാന് ഇന്ത്യയിൽ നടത്താനും പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഭീകരവാദ ക്യാമ്പുകൾ പോലും ശേഷിക്കുന്നില്ല. നമ്മൾ അത്തരത്തിൽ ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുന്നുമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് തിരിച്ചാക്രമിക്കണമെങ്കിൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കണമെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യയിലെ സൈനിക കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിലേക്കോ ആക്രമണം നടത്തേണ്ടി വരും. അത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ, അതായത് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കാവും കാര്യങ്ങൾ നയിക്കുക. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പാകിസ്ഥാൻ ഇപ്പോൾ തയ്യാറാകാൻ സാധ്യതയില്ല. രാജ്യാന്തര സമൂഹം അതിന് അനുവദിക്കുകയുമില്ല. കഴിഞ്ഞ ദിവസം മുൻ സൈനിക മേധാവിയും പാക് പ്രസിഡന്റുമായിരുന്ന മുഷറഫ് പറഞ്ഞു തന്നെയാണ് അതിലെ പ്രധാന കാരണം. ഇന്ത്യക്ക് 20 ബോംബ് കൊണ്ട് പാകിസ്ഥാനെ നാമാവശേഷമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ഇറങ്ങുന്നുവെങ്കിൽ 50 ആണവ ബോംബിട്ട് ഇന്ത്യയെ ആദ്യം തകർക്കുക. അതിന് കഴിയില്ല, അതിന് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പില്ല എങ്കിൽ ആ പരിപാടിക്ക് ഇറങ്ങാതിരിക്കുക എന്നാണ് മുഷറഫ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പാകിസ്ഥാന് നൽകിയ സന്ദേശം, ലോക സമൂഹത്തിന് നൽകിയ സന്ദേശം. അതുതന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. ഇമ്രാൻഖാന് എന്തെങ്കിലും ചില നടപടികൾ വേണ്ടിവരും. അത് രാജ്യാന്തര സമൂഹത്തെ സമീപിച്ചുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാകുമോ, അതോ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ വീണ്ടും അസ്ഥിരത ഉണ്ടാക്കാനുള്ള ശ്രമമാകുമോ നടക്കുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അല്ലാതെ ഒരു സൈനിക നടപടിയിലേക്ക് പാകിസ്ഥാന് പോവുക എളുപ്പമല്ല. അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനം ലംഘിച്ചുകൊണ്ട്, വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ അതിർത്തിയിൽ ഇപ്പോൾ നടക്കുന്ന പോലുള്ള ചില വെടിവെപ്പുകൾ നടത്താനപ്പുറത്തേക്കുള്ള ഒരു സൈനിക നീക്കം പാകിസ്ഥാനെ കൊണ്ട് സാധ്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അജിത് ഡോവൽ, സുരക്ഷാ ഉപദേഷ്ടാവ്, ഇന്ത്യൻ ആർമി ചീഫ് ബിപിൻ റാവത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്നു. സുരക്ഷ വിലയിരുത്തുന്നു. ഇനി സ്വീകരിക്കേണ്ട നടപടികൾ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമുണ്ടാകാനുള്ള സാഹചര്യം, അതിർത്തിയിലെ വെടിവെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നു എന്ന ഏറ്റവും പുതിയ വിവരവും പുറത്തു വരുന്നു. ഏതായാലും ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേട്ടാണ് ഇന്ന് ഇന്ത്യ ഉണർന്നത്. 3:45 നടത്തിയ പ്രത്യാക്രമണം, അത് പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ പ്രത്യാക്രമണം, അതിൽ ഏതാണ്ട് 200-നും 300-നും ഇടയ്ക്ക് സൈനികർ കൊല്ലപ്പെട്ടു. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പക്ഷേ ഭീകര കേന്ദ്രങ്ങളിൽ കാര്യമായ നാശനഷ്ടമുണ്ടാക്കാൻ ഇന്ത്യൻ
പൈലറ്റുമാർക്കായി എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നു. പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി ഇന്ത്യയുടെ തിരിച്ചടി. 72-ലെ സിംല കരാറിനു ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കിയത് പാകിസ്ഥാൻ തന്നെയാണ്. പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ ഭീകരരെ സഹായിച്ചു. ആക്രമണം നടത്തിയ ജെയ്ഷെ ഭീകർക്ക് എല്ലാ സഹായവും നൽകിയെന്ന ആക്ഷേപം ഇന്ത്യ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ താവളമാണ് ഈ ആക്രമണം നടത്തിയ പ്രദേശം. അവിടെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടാവുകയും മറ്റും ചെയ്തത്. ഇത്തരത്തിലാണ് വിവരങ്ങൾ. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഒരിക്കൽ കൂടി ഉണ്ണി, പ്രധാനപ്പെട്ട യോഗങ്ങൾ ദില്ലിയിൽ നടക്കുന്നു, പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഏത് രീതിയിലാകും ഇനിയുള്ള മണിക്കൂറുകൾ? 5 മണിക്ക് സർവകക്ഷി യോഗമുണ്ടല്ലോ. അതിനു മുൻപ് പ്രതിരോധ വകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? അതിർത്തിയിലെ വെടിവെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, പാകിസ്ഥാന്റെ പ്രകോപനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാനാകും ശ്രമം? മറ്റു നയതന്ത്ര തരത്തിലുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, അതായത് ഈ പാകിസ്ഥാൻ ഈ ആക്രമണം ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും പാകിസ്ഥാനിൽ നിന്നുള്ള പ്രദേശവാസികൾ അടക്കമുള്ളവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഈ ആക്രമണത്തെപ്പറ്റി കൃത്യമായി സ്ഥിരീകരിക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അൽ ജസീറ, BBC, ഉറുദു തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബലാക്കോട്ടിന് സമീപത്തുള്ള ജാബ എന്ന പ്രദേശത്താണ് ഈ ആക്രമണം കൃത്യമായി നടന്നിരിക്കുന്നത്. അവിടുത്തെ മാൻഷേര ജില്ലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതിന് സമീപത്ത് മാൻഷേര ജില്ലയിലുള്ള പ്രദേശവാസികൾ തന്നെ ഈ ആക്രമണത്തിന്റെ ശബ്ദം, വലിയ സ്ഫോടനം നടക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെന്നാണ് BBC ഉറുദുവിനോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. അങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടപ്പോൾ അവിടുത്തെ പ്രാദേശിക പോലീസ് ഈ സ്ഫോടന ശബ്ദം നടന്ന വനാന്തരത്തിലേക്ക്, ആ മലമുകളിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ സൈന്യം അവരെ വിലക്കുകയാണ് ചെയ്തത്. സൈന്യം ഇതിനകം തന്നെ ആ സ്ഥലം കസ്റ്റഡിയിലാക്കുകയും പ്രാദേശിക പോലീസിനെ അടക്കം അവിടെ കയറുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. അതായത് ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാവുകയാണ്, പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു കവറപ്പ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ ഒരു ആക്രമണം നടക്കുന്നു, ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു. അങ്ങനെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ശേഷം അത് പാക് സൈന്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും അവർക്കത് വലിയ തിരിച്ചടിയാകും, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണക്കേടാകും. കാരണം പാക് അധീന കശ്മീരിലല്ല ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ജാബ എന്ന് പറയുന്ന പ്രദേശം ഏതാണ്ട് പാക് അധീന കശ്മീർ നിയന്ത്രണ രേഖയിൽ നിന്നും 60 കിലോമീറ്റർ അപ്പുറത്താണ്. പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെയുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നിരിക്കുന്നത്. അങ്ങനെ ആക്രമണം നടന്ന സ്ഥിരീകരണ വാർത്ത അവർക്ക് തിരിച്ചടിയാകുമെന്നതുകൊണ്ട് അത് മറച്ചുവയ്ക്കാനുള്ള വലിയ ശ്രമം പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് പ്രാദേശിക വാസികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അവർ തന്നെ ഈ സ്ഫോടക ശബ്ദമൊക്കെ കേട്ടിരുന്നു. അങ്ങനെ ആക്രമണം നടന്നു എന്ന കാര്യം അവിടെ നിന്നും സ്ഥിരീകരിക്കപ്പെടുകയാണ്. അപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ രാവിലെ 5 മണിക്ക് ശേഷം എന്തിനാണ് പാക് സൈനിക വക്താവ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കാനുള്ള ട്വീറ്റുകൾ ചെയ്തത് എന്നുള്ളതാണ്. 3-4 ട്വീറ്റുകളിലായി പറഞ്ഞത് ഇന്ത്യൻ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചു വന്നു, അത് പാക് അധിനിവേശ കശ്മീരിലാണെന്ന വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നത്. ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി. അങ്ങനെ ഇന്ത്യൻ പോർ വിമാനങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു എന്നാണ് പാക് സൈനിക വക്താവ് പറഞ്ഞിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് അവിടെ നിന്ന് പ്രാദേശികമായി തന്നെ വിവരങ്ങൾ പുറത്തുവരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്ന ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ലെന്നുള്ള അവരുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിലൂടെ. ഇത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ദില്ലിയിൽ ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി അല്പസമയത്തിനകം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നു. നയതന്ത്രതലത്തിലും ഇന്ത്യ നീക്കങ്ങൾ ശക്തമാക്കുന്നു. ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ ആക്രമണത്തിന് ശേഷമുള്ള പശ്ചാത്തലം, അത് നടത്താനുള്ള പശ്ചാത്തലവും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നയതന്ത്രതലത്തിൽ വലിയ പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമാണ്. ലോകരാജ്യങ്ങൾ പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ചപ്പോഴും അമേരിക്ക അടക്കം തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ നീക്കങ്ങൾ, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രീലാൽ, ഏത് ഘട്ടത്തിൽ ഈ ലോകരാജ്യങ്ങളുടെ പിന്തുണ പുൽവാമയ്ക്ക് ശേഷം നേടാനുള്ള ശ്രമം അതൊരു വലിയ പരിധിവരെ വിജയിച്ചിരുന്നു. ഇനിയും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ തന്നെയല്ലേ സാധ്യത? ഇപ്പോൾ പാകിസ്ഥാൻ അല്പസമയം മുമ്പ് ചൈനയുടെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യ വളരെ സീരിയസ് ആണ് കാര്യങ്ങൾ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാകിസ്ഥാനെ അനുനയിപ്പിച്ച് നിർത്താനുള്ള ശ്രമമാകും ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിദേശകാര്യ മന്ത്രിക്കൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹം, BJP-യുടെയും കേന്ദ്ര സർക്കാരിലെയും മുതിർന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം തന്നെ നേരിട്ട് ചില നയതന്ത്ര ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിനിധികളുമായി അദ്ദേഹം 1 മണിക്ക് ധനമന്ത്രാലയത്തിൽ ചർച്ച നടത്തുന്നു.
നടത്തുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചയാണോ അതോ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും 1 മണിക്ക് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളുമായി അരുൺ ജെയ്റ്റ്ലി ചർച്ച നടത്തുന്നു. അതിനോടൊപ്പം തന്നെ രാജ്യത്തായാലും മന്ത്രിമാരിൽ പാർട്ടി നേതാക്കളായാലും മന്ത്രിമാരായാലും ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നൊരു വിലക്ക് കൂടി കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്നു. അക്കാര്യങ്ങളിലുള്ള ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അരുൺ ജെയ്റ്റ്ലി ആകും പറയുക എന്നാണ്. അരുൺ ജെയ്റ്റ്ലി പറയും, അരുൺ ജെയ്റ്റ്ലി മാത്രം പറഞ്ഞാൽ മതി എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരുമായി വിദേശകാര്യമന്ത്രി സംസാരിക്കും. അതിനുശേഷമുള്ള കാര്യങ്ങൾ സുഷമ സ്വരാജ് വിശദീകരിക്കുമെങ്കിലും ഈ ആക്രമണം സംബന്ധിച്ച് എന്തൊക്കെ പുറത്തു പറയണം, എന്തൊക്കെ പറയേണ്ടതില്ല, ഏത് തലം വരെ പറയണം, അത് എങ്ങനെ പറയണം എന്ന കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി മാത്രമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളെ കാണാതെ ക്യാമറയ്ക്ക് മുന്നിലൂടെ അവർ ഓഫീസിൽ നിന്നും പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ അവരുടെ അഭിപ്രായം പറയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ നിർമ്മല സീതാരാമൻ മടങ്ങിപ്പോയത്. അരുൺ ജെയ്റ്റ്ലി മാത്രമാകും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു. കേന്ദ്ര രാഷ്ട്രീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വലിയ കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അജിത് ദോവൽ കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില കൂടിക്കാഴ്ചകളും അജിത് ദോവൽ നടത്തുന്നുണ്ട്. അജിത് ദോവലിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ ഏറിയ പങ്കും നടക്കുന്നത്. അദ്ദേഹത്തിനാണ് ഇത് സംബന്ധിച്ച്, അതായത് ഈ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയ്ക്ക് ഉള്ള അധികാരം മാത്രമല്ല, അദ്ദേഹം മുൻപ് ഒരു റോ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. പാകിസ്ഥാനിൽ ഏറെ നാൾ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള അദ്ദേഹം കണ്ടിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിനുള്ള ആ ഒരു പരിജ്ഞാനം കൂടി ഇവിടെ പ്രയോജനപ്പെടുത്തുകയാണ്. അജിത് ദോവൽ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട. പാകിസ്ഥാന്റെ പ്രതികരണം, ഗ്രേവ് അഗ്രഷൻ ബൈ ഇന്ത്യ, ദിസ് ഇസ് വയലേഷൻ ഓഫ് ലൈൻ ഓഫ് കൺട്രോൾ, പാകിസ്ഥാൻ ഹാസ് റൈറ്റ് ടു റെസ്പോണ്ട് ആൻഡ് സെൽഫ് ഡിഫൻസ്. തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇന്ത്യ വലിയ പ്രകോപനമുണ്ടാക്കുന്നു, ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള തെറ്റായ നടപടിയാണ് എന്ന് പറയുമ്പോൾ തിരിച്ചടിക്കും എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ടോ ഇതിലൂടെ? തിരിച്ചടിക്കും എന്നുള്ളതിനേക്കാൾ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് എല്ലാവിധ അധികാരവുമുണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അതായത് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുമെന്നാണോ, അതല്ല ഇപ്പോൾ ഉണ്ടായ ആക്രമണത്തിന് പ്രതിരോധിക്കുമെന്നാണോ, അത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തരം ചില പ്രസ്താവനകൾ ഉറപ്പായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുമാണ്. ഈ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാൻ എന്ത് നടപടിയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിലുള്ള നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ നൽകിയതുപോലുള്ള ഒരു നടപടി, ഇന്ത്യ ചെയ്തതുപോലുള്ള ഒരു നടപടിക്ക് പാകിസ്ഥാൻ മുതിരുമോ? അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ അത് എവിടെ നടത്താനാകും പാകിസ്ഥാന്? ഞാൻ നേരത്തെ പല തവണ പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യയിൽ ഭീകര കേന്ദ്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു തിരിച്ചടി വ്യോമാക്രമണം പോലെ ഇന്ത്യ നടത്തിയ പോലെ വ്യോമാക്രമണം നടത്തണമെങ്കിൽ അത് പഠാൻകോട്ടിലെ എയർബേസിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെയോ പഞ്ചാബിലെയോ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കുള്ള ബോംബിംഗ് മാത്രമാണ് പാകിസ്ഥാൻ മുന്നിലുള്ളത്. അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് പാകിസ്ഥാൻ മുതിർന്നു കഴിഞ്ഞാൽ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന് പാകിസ്ഥാൻ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്കൊന്നും പാകിസ്ഥാൻ പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തും. ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ നേരിട്ടെത്തി ചില പ്രഖ്യാപനങ്ങളും വാർത്താസമ്മേളനങ്ങളും നടത്താനുള്ള സാധ്യതകളുമുണ്ട്. സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ചില പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാകും, അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ചില നടപടികളുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് മുതിരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു നടപടിക്ക് പാകിസ്ഥാന് രാജ്യാന്തര സമൂഹത്തിൽ നിന്ന് യാതൊരു പിന്തുണ ലഭിക്കാനും സാധ്യതയില്ല. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അത്തരത്തിലുള്ള നടപടിക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. തീവ്രവാദത്തെ ചെറുക്കാൻ ഇന്ത്യ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നു. ഭീകരരുടെ പരിശീലന കേന്ദ്രം പൂർണ്ണമായും തകർത്തു എന്ന് ഇന്ത്യയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ വന്നുകഴിഞ്ഞു. ഇത് സൈനിക നടപടിയല്ല, സൈന്യത്തിന് മുൻപുള്ള സൈനിക നടപടിക്ക് മുൻപുള്ള ഒരു പ്രതിരോധ നടപടി മാത്രമാണ് എന്ന് ഇന്ത്യ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.